ആത്മീയതയല്ല, ഇതൊരു സയൻസ് ആണ്. ലാൽ കിതാബ് എഴുതിയ ആളിന്റെ ഡയറക്റ്റ് ശിഷ്യനിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. ശനിയാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത്. ഒരുപാട് അസ്ട്രോളജി ആ ഒരു ഇതിനെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്ന ഒരു അസ്ട്രോളജി അങ്ങനെ പഠിച്ച ആൾക്കാർക്ക് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യേണ്ടത്. ഇതിനകത്ത് ശർക്കര നിറച്ച് ഇങ്ങേ സൈഡും അടച്ചു വെച്ച് ഈ ഒരു സംഭവം ആരും ഇല്ലാത്തിടത്ത് ഒറ്റയ്ക്ക് വേണം പോയിട്ട് നിക്ഷേപിക്കുക. അതായത് വിജനമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിടുക. 10,000-3000 രൂപയുടെ ചെലവ് പോലും ഇല്ല ഇതെല്ലാം കൂടെ ചെയ്യാനുള്ള. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ശനിയുടെ ആയിട്ടുള്ള അങ്ങനെ ആൾക്കാർക്ക് വേണമെന്ന് ഇത് ചെയ്യാം. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള റെമഡി അങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് റെമഡി പറയുന്നത്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം നോർത്ത് ഇന്ത്യയിലെ, കാരണം കേരളത്തിലെ പോപ്പുലേഷന്റെ എത്രയോ ടൈംസ് ആണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. ഇത്ര ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടെന്നൊരു അതിന്റെ there is something behind that. ലാൽ കിതാബ് സർ, ഈ നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രഡിക്റ്റ് ചെയ്യുന്നതും പ്രഡിക്ഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം, ഒരു ടൂളുമാണ് ലാൽ കിതാബ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. സോ കേരളത്തിനകത്ത് ലാൽ കിതാബിന്റെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ ഇതിനൊരു വലിയൊരു കോൺട്രവേഴ്സി മാർക്കറ്റിലുണ്ട്. ഒരു വിഭാഗം ആൾക്കാർ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അതായത് ലാൽ കിതാബ് നോക്കാൻ വേണ്ടി ഒരു ദൈവജ്ഞന്റെ അടുത്തോ ഒരു ജ്യോതിഷന്റെ അടുത്തോ പോവുകയാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കണ്ടന്റ് ആണ് കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് പറയുന്നതെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. സർ, ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ലാൽ കിതാബ് വഴി നമുക്ക് എങ്ങനെ സാധാരണപ്പെട്ട ഒരാളിനെ പൂർണ്ണമായിട്ടും അവരെ കൈപിടിച്ച് അടുത്ത തലത്തിലേക്ക് എത്തിക്കാൻ പറ്റും? അത് പറയാമോ? ആക്ച്വലി ഇതിനൊരു കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ ലാൽ കിതാബ് പ്രോപ്പറായിട്ട് പഠിച്ച ആൾക്കാരെ പ്രത്യേകിച്ച് കേരളത്തിൽ കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അതിനെപ്പറ്റി നല്ല ഗ്രന്ഥങ്ങളില്ല. ഒന്ന്, ലാംഗ്വേജിന്റെ പ്രൊവേർട്ടി അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. നല്ല പ്രോപ്പർ ലാംഗ്വേജ് ചിലപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പല ഇവിടുത്തെ ഞാൻ ഇന്നും പറയാം അസ്ട്രോളജി പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പലതും ആൾക്കാർ 10ാം ക്ലാസ് അല്ലെ 12 അല്ല അതിന് മേളിലോട്ടുള്ള ഇല്ലെന്നല്ല ഉണ്ട്. അത് 10% ആൾക്കാരേ ഉള്ളൂ എഡ്യൂക്കേഷൻ ഫാക്ടർ നോക്കുമ്പോൾ. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഒത്തിരി ദാടി വളർത്തി കുറച്ച് സിന്ദൂരമൊക്കെ ഇട്ട് ഒരുപാട് കുറിയല്ല അവർ തൊട്ടിട്ട് ഒരു ഇല്യൂഷൻ മാതിരി ക്രിയേറ്റ് ചെയ്ത് ഒരു കാവ്യ വസ്ത്രം ഇട്ടിട്ട്, അപ്പൊ അങ്ങനെയുള്ളതില് ചില ആൾക്കാർക്ക് വിശ്വസിച്ചിട്ട് ഇപ്പൊ ഞാനിപ്പോ എന്നെ പോലുള്ള ആൾക്കാർ ഞാൻ ഇവൻ കുറിപോലും നട്ടിട്ട് താങ്കൾ കുറിവിട്ടിട്ടുണ്ട് അതിന്റെ അല്ല, അങ്ങനെ വിചാരിക്കല്ല. ചില ആൾക്കാർ നമ്മള് പറഞ്ഞു വരുമ്പം ഇത് ആത്മീയതയല്ല, ഇതൊരു സയൻസ് ആണ്. അതെ അതെ, ടെക്നോളജിയാണ്. അതെ, നമ്മുടെ പഴയ ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരുപാട് നമുക്ക് വേണ്ടി സംഭാവന ചെയ്ത 10,000-ൽ കൂടുതൽ വർഷത്തിൽ പഴക്കമുള്ള പല രാജ്യത്തെയും പല ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പൂർവികന്മാര് നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്ന ഒരു സയൻസ് ആണത്. ഇപ്പൊ സപ്പോസ് അങ്ങനെ നോക്കിയാൽ ഇപ്പൊ കെയറോടെ പാമിസ്ട്രി മുതൽ നമ്മൾ പറയേണ്ടി വരും. കാരണം അതിന്റെ അക്യുറസിയാണ്. അതൊരു വെസ്റ്റേൺ ആൾക്കാരാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരുടെ ഹസ്തങ്ങൾ പഠിച്ചിട്ട് ആ ഹസ്ത കൊലപാതക ഹസ്തമാണോ അതാണോ ഇതാണോ ഓരോ കാര്യങ്ങൾ പറയാനും ഓരോ ഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ മൾട്ടി മില്യണർ ആകും. അങ്ങനെയുള്ള ഒത്തിരി സ്റ്റഡീസാണ്. അപ്പൊ എന്ന് പറഞ്ഞാണ് ഈ ലാൽ കിതാബിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ രാവണനാണ് അതിന്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത്. രാവണൻ എന്നാണ് ബുദ്ധിരാക്ഷസനാണല്ലോ, എല്ലാവർക്കും അറിയാം. അതാണ് 10 തല എന്ന് പോലും പറയുന്നത്. അപ്പം നമ്മുടെ രാവണന്റെ മോഹനായിട്ടുള്ള മേഘനാഥൻ ജനിക്കുന്ന സമയത്ത് ഈ ഗുളികന്റെ സൃഷ്ടി തന്നെ പറയുന്നുണ്ട്. ഗുളിയൻ വരുന്നതും ഗുളിയന്റെ ഇങ്ങനെ വരുന്നതും ശനി സ്വന്തം ശരീരത്തിൽ നിന്ന് ശനി ചെളിയെ ഉരുട്ടി ലഗ്നത്തിൽ ഇട്ടുകൊടുത്തു, അങ്ങനെ വന്നതും. അപ്പം നമ്മുടെ ഇന്ദ്രജിത്താണല്ലോ ഈ മേഘനാഥൻ. അതെ. അപ്പം ഇന്ദ്രയെ തോപ്പിച്ച് ഇന്ദ്രപട്ട പദവി, അങ്ങനെയാണ് ഇന്ദ്രജിത്ത് എന്നൊരു പദവി കിട്ടുന്നത് മേഘനാഥന്. അപ്പൊ രണ്ടുപേരിലും ഒരാൾ തന്നെ അറിയപ്പെടുന്നത്. അപ്പം അങ്ങനാണ് ഈ ഗുളിയൻ ജനിക്കുന്നത്. അപ്പൊ ആ ഗുളിയനെ തന്നെ നോർത്ത് ഇന്ത്യ ചിലപ്പോൾ പരാമർശിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ ലാൽ കിതാബിന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ ആണല്ലോ നമ്മൾ ഈ ഒരു സബ്ജക്ട് പറഞ്ഞത്. എന്നാലും പറയുമായിരുന്നു, ഇംഗ്ലീഷിൽ ലാൽ കിതാബിന്റെ കൃതികൾ അവൈലബിൾ ആണ്, ഹിന്ദിയിൽ അവൈലബിൾ ആണ്. പിന്നെ കേരളത്തിൽ ഈ ഹിന്ദി അറിയാവുന്ന ആൾക്കാർ പണ്ട് കാലത്ത് ചിലപ്പോൾ ഒരു 5 വർഷം മുമ്പ് 10 വർഷം മുമ്പ് വളരെ കുറവാണ്. ഇപ്പോഴാണ് കുറെ ആൾക്കാർക്കൊക്കെ അറിഞ്ഞു വരുന്നത്. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആയിട്ടുള്ള പ്രശ്നമുണ്ട്, ഇംഗ്ലീഷിന്റെ എഡ്യൂക്കേഷൻ്റെ ആയിട്ടുള്ള പ്രശ്നമുണ്ട്. അപ്പം നല്ല കൃതികൾ മലയാളത്തിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ്. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് വെളിയിലൊക്കെ ആയിരുന്നുകൊണ്ട് നമുക്ക് ലാംഗ്വേജ് ഹിന്ദി ഇംഗ്ലീഷ് അങ്ങനെയുള്ള പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് ഞാൻ പലതും നോർത്ത് ഇന്ത്യ എന്നാണ് പഠിക്കുന്നത്. അപ്പൊ എന്നെ പഠിപ്പിക്കുന്ന പുള്ളിയായാലും ഡയറക്റ്റ് ഈ ലാൽ കിതാബ് എഴുതിയ ആളിന്റെ ഡയറക്റ്റ് ശിഷ്യനിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. ലാൽ കിതാബ് മെയിനായിട്ട് അറിയപ്പെടുന്നത് നമുക്ക് റെമഡീസ്, ഒരുപാട് റെമഡികളുണ്ട് ജീവിതത്തിൽ. ഇപ്പൊ നമുക്ക് എല്ലാവരും ഫേസ് ചെയ്യുന്ന, താങ്കൾ തന്നെ നേരത്തെ ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്,
നമ്മളെ ശനിയുമായിട്ട് ബന്ധപ്പെട്ട ശനി മനുഷ്യന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യാനുള്ള സൊല്യൂഷന് അല്ലെന്നൊരിൽ ഇപ്പം ശനിയുമായിട്ട് ബന്ധപ്പെട്ട ചിലർക്ക് ശനിയും സൂര്യനും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട, കാരണം സൂര്യനെ ശനി എടുത്തു പറയാൻ കാരണം എന്ന് രണ്ടും ശത്രുക്കളാണ്. ഈ ശത്രു മറ്റേ ശത്രുവുമായിട്ട് നോട്ടം വരുമ്പോഴോ അപ്പോൾ അവൻ്റെ അല്ലെന്നൊരു ഒരു ശത്രുഗ്രഹം വന്നിട്ട് ഈ ശനിയുടെ കൂടെ നിൽക്കും, അല്ല ഒന്നിൽ കൂടുതൽ ഈ ശത്രുഗ്രഹങ്ങൾ ശനിയുടെ കൂടെ വന്ന് നിൽക്കുകയാണെന്ന് വരികിൽ നമുക്ക് കരിയറിൽ അപ്പ് ഡൗണ് ഒരു വ്യക്തിയുടെ ആ സ്റ്റാറിൽ വെച്ച് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പാളിച്ചുകളെ താഴ്ചകളെ ജോബുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ആ ഒന്നീ ബർത്ത് ടൈമിലും അല്ലെ ഇത് ശനിയുടെ ട്രാൻസിറ്റ് ടൈമിലും ജോബിലെ അപ്പ് ആൻഡ് ഡൗൺസ് മൾട്ടിപ്പിൾ ജോബ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതേമാതിരി ചില ആൾക്കാർ ഒരു മൾട്ടിപ്പിൾ ജോബ് എന്ന് പറഞ്ഞാൽ ഒരാളിപ്പോൾ ഇന്നിപ്പോൾ 10 കരിയർ ഒരാൾ തന്നെ സെലക്ട് ചെയ്യുക, ഇത് ചെയ്തേക്കാന്ന് കണ്ട ഒരു വർഷം ഒരു ജോബ് വരും. ഒരു ബിസിനസ് സെറ്റായി പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 3 years എടുക്കും. അതെ. അപ്പം അടുത്ത വർഷം പിന്നെ പുതിയ ബിസിനസ്സോ എന്നാൽ പിന്നെ ഇത് എടുത്തേക്കാം. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം പോയി. അങ്ങനെ 10 ജോബ് അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോൾ ഒരു ജോബ്, അങ്ങനെ ഒരു 4-5 വർഷം കൊണ്ട് 5-8-10 ജോബ്. ഒരു ഫാമിലി പ്രശ്നം, പൈസ ഇല്ല, എന്നാൽ വർക്ക് ചെയ്യുന്നുണ്ടോ, ഹാർഡ് വർക്ക് ചെയ്യുന്നു, ലക്ഷ്യബോധമില്ലാതെ. അപ്പോൾ ഇതിനങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിന് റെമഡി പറയുന്നുണ്ട്. ഈ ലക്ഷ്യബോധമില്ല അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യുന്നു, അതിനാണല്ലോ ശരിക്കും യഥാർത്ഥ രീതിയിൽ ഒരു ദൈവജ്ഞന്റെ ആവശ്യം, ഒരു ജ്യോതിഷന്റെ ആവശ്യം. അപ്പൊ ഇവിടെ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് ജ്യോതിഷന്റെ അടുത്തേക്ക് പോകുന്നത്. പക്ഷേ നോർത്ത് ഇന്ത്യയിലെ പാറ്റേൺ ഡിഫറെന്റ് ആണ്. അതായത് നോർത്ത് ഇന്ത്യയിലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലാൽ കിതാബ് ഉപയോഗിക്കുമ്പോൾ ഒരു ബണ്ടിൽ ഓഫ് റെമഡീസ് ആണ് ആ ബുക്കിനകത്തുള്ളത്. അതെ. അപ്പോൾ കൂടുതൽ ആൾക്കാരും വീടുകളിൽ ഇരുന്ന് തന്നെ ഈ പല റെമഡീസും എടുക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ റിസൾട്ട് എന്തുമാത്രം ഫലപ്രദമാണ് ഒന്ന് പറയാമോ? പോസിറ്റീവ് ആയിട്ട് ഇപ്പം തന്നെ ഞാൻ ഒരു റെമഡി എക്സാമ്പിളൊന്ന് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ പറഞ്ഞ ഈ ഒരു സംഭവത്തിന് തന്നെ ഒരു സൊല്യൂഷൻ മാറി ഇങ്ങനെ മൾട്ടിപ്പിൾ ജോബ് ചെയ്യേണ്ടതായിട്ടുള്ള വരുന്നത് ഫാമിലി ശനിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, അതെല്ലാം ശനിയുമായിട്ട് അഫക്ട് ചെയ്താണ്. ശനിയാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത്. പല ആൾക്കാരും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ ആ ഒരു ശനിയുടെ മഹാദശ മാറ്റത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ശനി അവരെ ചിലപ്പോൾ വലിയ ബിസിനസ്സുകാരനായിരിക്കും, വലിയ താഴെട്ട് കളയും. ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ലൈഫിൽ അപ്പ് ഡൗൺസ് വരും. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഈ വേദിക് അസ്ട്രോളജി വെച്ച് നോക്കുമ്പം അമ്പലത്തിൽ പോയിട്ട് ഇന്നത് ചെയ്യേ അല്ലെന്നൊരു കുറച്ച് പൈസ കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് 10,000-50,000 1 ലക്ഷം രൂപ വാങ്ങിക്കുന്ന ഒരുപാട് അസ്ട്രോളജി ആ ഒരു ഇതിനെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്ന ഒരു അസ്ട്രോളജി അങ്ങനെ പഠിച്ച ആൾക്കാർക്ക് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യേണ്ടത്. ആ വ്യക്തിയാണ് കർമ്മം ചെയ്യേണ്ടത്. അത് ദാനധർമ്മങ്ങളിൽ കൂടെ ഏത് ഗ്രഹമാണോ നെഗറ്റീവായിട്ട് നിൽക്കുന്നത് ആ ഗ്രഹത്തിന്റെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മം ദാനധർമ്മങ്ങളിൽ കൂടെ ചെയ്യുക. അല്ലാതെ വേറൊരാൾക്ക് കൊണ്ടോ ഓരോ ജ്യോതിഷന് കൊണ്ടോ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് എൻ്റെ പ്രശ്നം മാറത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ശനിയുടെ ആയിട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ശനിക്ക് തന്നെ നിസാര ഈ പറഞ്ഞതിന് തന്നെ ഒരു ചെറിയൊരു റെമഡി പറഞ്ഞുതരാം. ഇപ്പം ശനിയാഴ്ച ദിവസം നമ്മളതിന് ആദ്യം എന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങൾ വാങ്ങിച്ചു വെക്കുക. അതിനകത്ത് 3 റെമഡി ഇതിനകത്ത് പറയുന്നുണ്ട് ശനിയുമായിട്ട് പറയുമ്പോൾ. അത് 1-ാം ഭാവത്തിൽ ഇങ്ങനൊരു പ്രശ്നം അടുത്തതാണെന്നിട്ട് ശനിയുടെ കൂടെ മൾട്ടിപ്പിൾ ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ, സിംഗിൾ എനിമി നിന്ന് കഴിഞ്ഞാൽ, 2 എനിമി നിന്ന് കഴിഞ്ഞാൽ, ശനി 7-ലും അല്ലെങ്കിൽ 4-ലുമായിട്ട് ഇങ്ങനെ വരുന്ന നോട്ടം വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ആദ്യത്തെ ഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച ദിവസം ഇതിപ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, എന്നിട്ട് അതിൻ്റെ 3 റെമഡി ഒന്നിച്ച് പറയുമ്പോൾ ഈ ഷോർട്ട് അല്ലെന്നൊരു എപ്പിസോഡ് നീണ്ടുപോകും. അതെ. അപ്പം അതുകൊണ്ട് നമുക്ക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ 1 ശനിയാഴ്ച ദിവസം ചതുർത്ഥി നവമി ഈ 3 റെമഡിക്ക് ഈ ഒറ്റ ഇതാ പറയുന്നത്. ശനിയാഴ്ച ദിവസം ചതുർത്ഥി നവമി ഇല്ലാത്ത ഒരു ദിവസം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിനകത്ത് റോ മെറ്റീരിയൽ വേണ്ടുന്നത് നേരത്തെ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പം അതിനും പറയുന്നില്ല. അപ്പം എന്നിട്ട് ആ ദിവസം തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കണം. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നോക്കുമ്പോൾ നല്ല തെളിഞ്ഞ അന്തരീക്ഷം, മഴയൊന്നും ഇല്ലാത്ത ഒരു ശനിയാഴ്ച നമ്മൾ സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ 10 അന്തർക്ക് ആദ്യത്തെ റെമഡി എന്നിട്ട് പറയാം. 10 അന്തർക്ക്, അതായത് 10 കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാരെ ഒരു ലൈനിൽ ഇരുത്തിയിട്ട് നമ്മൾ നല്ല മീൻസ് നോൺ വെജും ഒന്നും ഇല്ലാത്ത ത്വാത്തിക് ഫുഡ് അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള 10 പേർക്ക് നമ്മൾ ഒറ്റ ലൈനിൽ തന്നെ ഇരുത്തിയിട്ട് അവർക്ക് കൊടുക്കുക. 10 അന്തർക്ക്. പക്ഷെ ഈ 10 കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാർ ഇപ്പോൾ ഒരുപാട് ഇതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വുമൺ സ്കൂൾ അല്ലെന്ന് ഇങ്ങനെയുള്ള അന്തരായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെയുള്ളിടത്ത് നമുക്ക് പോയിട്ട് ഇത് ചെയ്യാം. അപ്പൊ അങ്ങനെ ഫുഡ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട 10 ഫുഡിനകത്ത് ഒരു ഫുഡ് നമ്മൾ
ഉണ്ടാക്കണം ആ, ആ, നമ്മുടെ കൈ കൊണ്ട്. അപ്പം വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഒരു ഐറ്റം അതിനകത്ത് മധുരമുള്ളതായിരിക്കണം. അപ്പം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന, സാധാരണ ജനങ്ങൾക്ക് ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇതേമാതിരിയുള്ള ആൾക്കാരെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു ദിവസം ഇങ്ങനെയുള്ള ദിവസം അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പോവുക. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ ഇതേമാതിരി ഫുഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാൻ വെളിയിൽ നിന്ന് അറേഞ്ച് ചെയ്യാം. പക്ഷെ ഒരു ഫുഡ് നമ്മളൊരു മധുരമുള്ള വേണമെന്ന് പറഞ്ഞാൽ ഈ മധുരമുള്ള വേണമെന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് പോവാം. എന്തെങ്കിലും ഒരു റവ ഇട്ടിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ സിമ്പിൾ സൊല്യൂഷൻ. ലാൽ കിതാബ് പറയുന്നത് ഇത് വർഷത്തിലല്ല, ലൈഫിൽ ഒറ്റ പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നം മാറുമെന്ന്. പക്ഷെ നിലയിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള നിലയിൽ ഞാൻ പറയുന്നത് വർഷത്തിൽ വേണം ഒരു പ്രാവശ്യം ചെയ്തു. അതേമാതിരി ഇപ്പം ഒരു ഗ്രഹം പറഞ്ഞു നെഗറ്റീവായിട്ട് നിൽക്കുന്നു, ഒരു നെഗറ്റീവ് ഗ്രഹം ശനിയുടെ കൂടെ നിൽക്കുവാണെന്ന് വരില്ല, അത് രണ്ടാമത്തെ ഒരു റെമഡി. അത് കറുത്ത ഓടക്കുഴലിനകത്ത് ദേശി ശർക്കര എന്ന് പറഞ്ഞാൽ നാടൻ ശർക്കര, വെള്ള ടേപ്പ് ഒട്ടിക്കണം. പ്രത്യേകിച്ച് കറുപ്പ് വെക്കുന്ന ശനിയാണ്. അപ്പൊ ഉടക്കുഴൽ അപ്പൊ അതിനകത്ത് വേറെ നെഗറ്റീവ് ഇത് വരാതിരിക്കാൻ വേണ്ടി വെള്ള സെലോ ടേപ്പ് അതിന്റെ ഹോൾ ഇങ്ങനെയുള്ളത് ഇങ്ങനെ അടച്ചിട്ട് ഇതിനകത്ത് ശർക്കര നിറച്ച് ഇങ്ങേ സൈഡും അടച്ച് വെച്ച് ഈ ഒരു സംഭവം ആരും ഇല്ലാത്തിടത്ത് ഒറ്റയ്ക്ക് വേണം പോയിട്ട് നിക്ഷേപിക്കുക. അതായത് വിജനമായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ഉപേക്ഷിക്കുക എന്നാണ് പറയുന്നത്. ഇപ്പം ഈ ഒരു ഉടക്കുഴൽ ആരും ഒരു മനുഷ്യന് സാധാരണഗതി അങ്ങ് കയറി പോകാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് പറയുക. അതിൻ്റെ കൂടെ കൊണ്ടുവന്ന ബാഗോ ബാക്കി കാര്യങ്ങളോ പേപ്പറോ ഒന്നും കൊണ്ടുവരാതിരിക്കുക. ഈ കർമ്മം ചെയ്യാൻ ഒറ്റയ്ക്ക് വേണം പോകാൻ, കൂടെ ആൾക്കാരെ കൊണ്ടുപോലെ. പിന്നെ തിരിഞ്ഞു നോക്കരുത്. അപ്പൊ അതാണ് രണ്ടാമത്തെ കർമ്മം. അടുത്തത് ബാക്കി പറഞ്ഞ പ്രീവിയസ് കണ്ടീഷൻ എല്ലാം സെയിം. മൂന്നാമത്തെ കർമ്മം ഇപ്പൊ പറഞ്ഞ മാതിരി ചെറിയൊരു വലിയ സൈസ് വേണമെന്നില്ല, ചെറുതായാലും ഒരു മൺകുടത്തിനകത്ത്, ചെറിയ മൺകുടം കിട്ടുമ്പോൾ ഒരു 10-15 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിന് അടപ്പൊക്കെ ഉള്ള കിട്ടും. അങ്ങനെ ചെറിയ മൺകുടത്തിനകത്ത് തേൻ നിറച്ചിട്ട് ഇതേമാതിരി ഇതും ഇങ്ങനെ ഇട്ട് മൂടി സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് ഈ ഒരു സംഭവം ഈ പറഞ്ഞ മാതിരി വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിടുക. ഇത് കുഴിച്ചിടാനാണ് പറയുന്നത്. അങ്ങനെ കുഴിച്ചിട്ടിട്ട് നമ്മൾ പോരുക. പിന്നെ തിരിഞ്ഞു നോക്കല്ല, നമ്മൾ നേരെ ഇഞ്ഞു പോവുക. അപ്പൊ ഈ ഒരു 3 റെമഡിയാണ് ശനിയുടെ പല കാര്യത്തിലും പോസിറ്റീവ് ആകാനുള്ളത്. അപ്പം ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്ന, എല്ലാം കൂടെ ചിലപ്പം 10,000-3000 രൂപയുടെ ചെലവ് പോലും ഇല്ല ഇതെല്ലാം കൂടെ ചെയ്യാനുള്ള. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ശനിയുടെ ആയിട്ടുള്ള അങ്ങനെ ആൾക്കാർക്ക് വേണമെന്ന് ഇത് ചെയ്യാം. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള റെമഡി അങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് റെമഡി പറയുന്നുണ്ട്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് ഗ്രഹങ്ങളെ നമുക്ക് ഒരു പ്ലാനറ്ററി പൊസിഷൻ നമുക്ക് മോശമാണെന്ന് അതിനെ പോലും പോസിറ്റീവ് ആക്കാനുള്ളതും ഉള്ള പല സംഭവങ്ങളും അതിന്റെ വേണമെന്നില്ല പ്രീവിയസ് അതുമായിട്ട് കൺസിഡർ ചെയ്യാനൊക്കെ ഉള്ള പല റെമഡി ലാൽ കിതാബ് പറയുന്നുണ്ട്. അപ്പൊ ലാൽ കിതാബ് പ്രോപ്പറായിട്ട് പഠിക്കാതെ എടുക്കാതെ ആൾക്കാർ സൊല്യൂഷൻ പറയുക അല്ലെന്ന് വരില്ല, ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് പറഞ്ഞാൽ. കാരണം നോർത്ത് ഇന്ത്യയിലെ, കാരണം കേരളത്തിലെ പോപ്പുലേഷന്റെ എത്രയോ ടൈംസ് ആണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. ഇത്ര ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടെന്ന് അതിന്റെ ദർ ഇസ് സംതിങ് ബിഹൈൻഡ് ദാറ്റ്. അല്ലെന്നൊരു അങ്ങനെ വരത്തില്ല. അപ്പൊ ലാൽ കിതാബിനകത്തും പിന്നെ ഒരുപാട് അക്യുറസി നോക്കുന്ന മെത്തേഡിന് വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ഹൗസും സെക്കൻഡ് ഹൗസും അത് പ്ലാനറ്ററി പൊസിഷനും കുറച്ച് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. എന്നാലും അക്യുറസിയുടെ കാര്യത്തിൽ ലാൽ കിതാബിനെ ഞാൻ പറയായിരുന്നു അത്യാവശ്യം നല്ലതാ, വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. KP അസ്ട്രോളജി കുറച്ചുകൂടെ നല്ല, അതും ബൃഹദാഴി. എന്തായാലും ഈ പറയുന്ന ലാൽ കിതാബ് ഒരുപാട് പരിഹാരങ്ങൾ കൊടുക്കുന്ന ഒരു ശാസ്ത്രമാണ്, മെയിൻ പരിഹാരമാണ്. അതെ. അപ്പൊ ആൾക്കാർക്ക് ഈ പറയുന്ന ഈസി ആയിട്ട് റെമഡീസ് കിട്ടുമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അവർക്കൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയതിനു ശേഷം വിശ്വാസം വരികയാണെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി. 100% ഏറ്റവും കൂടുതൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ പോപ്പുലേഷൻ നിരക്കിൽ ഏറ്റവും കൂടുതൽ ക്രമാതീതമായി കൂടുതൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് കേരളം വിട്ടു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ. സോ മെജോറിറ്റി ആൾക്കാർ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നെഗറ്റീവ് എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ തോട്ട്സും എക്സ്പീരിയൻസും ആയിരിക്കാം. പക്ഷെ ഈ പറയുന്ന റെമഡിയൽ മെഷേഴ്സ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു.